വാർത്തയിൽ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് തന്നെ കടക്കുന്നു. സംസ്ഥാനത്ത് നിന്ന് 19,894 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 186 മരണങ്ങളും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.97 ആണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, ഇന്നലത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നേരിയ ഒരു കുറവ് മരണ നിരക്കിലുണ്ട്. പക്ഷേ ഈ പ്രതിദിന കോവിഡ് കണക്ക്, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും ഈ രീതിയിൽ തന്നെയാണ് കണക്കുകൾ വരാറുള്ളത്. അപ്പോൾ ആ സാമ്പിളിന്റെ എണ്ണം അതിനകത്ത് ബാധകമായിട്ടുണ്ടോ? എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഇന്നലത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പറഞ്ഞ നേരിയ കുറവ് നമുക്ക് ഉണ്ട് എന്നതാണ് കണക്കിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. സാമ്പിൾ പരിശോധന മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടാവുന്നത് ഞായറാഴ്ച പതിവാണ്. പക്ഷെ ഇന്ന് 1,24,000 ഏകദേശം 1.25 ലക്ഷത്തോളം സാമ്പിൾ പരിശോധനകൾ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം 19,894 എന്നതാണ് ഇന്നത്തെ കണക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലത്തെ കണക്കിൽ നിന്ന് നേരിയ കുറവുമുണ്ട്. 15.97 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ 16 മുകളിലായിരുന്നു സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അത് കുറവ് വന്നിട്ടുണ്ട് എന്നാണ് സാഹചര്യം. മലപ്പുറം ജില്ലയിലാണ് രോഗികളുടെ എണ്ണം കൂടുതൽ, 3015. തിരുവനന്തപുരത്ത് 2,423, തൃശ്ശൂരിൽ 2,023, എറണാകുളത്ത് 1,977 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ രോഗികളുടെ എണ്ണം. ഇതാണ് നിലവിലുള്ള സാഹചര്യം. 186 മരണങ്ങൾ, കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങളുടെ എണ്ണം 8,641 ഉയരുകയും ചെയ്തു. ഇതാണ് നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം. 84 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഓക്കെ, സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസവുമായി നോക്കുമ്പോൾ താരതമ്യേന ഒരു ചെറിയ കുറവ്, പക്ഷെ അപ്പോഴും സാമ്പിളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള ഒരു കണക്കുകളല്ല. മലപ്പുറത്ത് 3000-ന് മുകളിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 3015 പേർക്ക്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, കൂടുതൽ പരിശോധനകൾ നടത്തിയ ജില്ലയാണ്, അതുകൊണ്ട് തന്നെ കണക്കുകൾ ആ രീതിയിലാണോ കണക്കാക്കേണ്ടത്? അപ്പോഴും 3000 കടന്നിരിക്കുന്നു ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. ഏത് രീതിയിലാണ് TPR? അപർണ, തുടർച്ചയായ 4ാം ദിവസവും മലപ്പുറത്തെ TPR സംസ്ഥാന ശരാശരിക്ക് താഴെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.15% മാത്രമാണ്. ഇത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ, അതായത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് രേഖപ്പെടുത്തിയ വെച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 27,033 പേർക്കാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3015 പേർക്ക് മാത്രമാണ് ഇതിൽ പോസിറ്റീവ് ആയിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 4 ദിവസമായിട്ട് ആശ്വാസം നൽകുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ കണക്കും ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പോൾ നടത്തിയ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വ്യാപകമായ പരിശോധനകളുമെല്ലാം എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നു എന്ന് വേണം ഈ കണക്കുകളെല്ലാം നോക്കുമ്പോൾ പറയാൻ. മാത്രമല്ല, 4,131 പേർ ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. അതായത് രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണം ജില്ലയിൽ കൂടിയിട്ടുണ്ട് എന്നതും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സമാനമായ രീതിയിൽ ഒരു സാഹചര്യം ഇനി 10% താഴേക്ക് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലോക്ക്ഡൌൺ ഒഴിവാക്കണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. മറ്റു ജില്ലകൾക്ക് സമാനമായ അതേ നിയന്ത്രണങ്ങളാണ് നാളെ മുതൽ ജില്ലയിൽ ഉണ്ടാവുക. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ കൂടി ഈ വരുന്ന ആഴ്ചകളിൽ നടക്കുന്നുണ്ടാവുമോ മലപ്പുറത്ത്? അതോ പൂർണ്ണമായും ആരോഗ്യവകുപ്പ് ഉദ്ദേശിച്ച പരിശോധനകളുടെ എണ്ണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ കരുതുന്നത് കഴിഞ്ഞ ആഴ്ചയോടെ? എന്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച ചെയ്ത അത്ര ടെസ്റ്റുകൾ ഈ ആഴ്ച ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു പഞ്ചായത്തിൽ 200-ഉം നഗരസഭയിൽ 500-ഉം പേർക്ക് ടെസ്റ്റ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിൽ തന്നെ 2-ലധികം ടെസ്റ്റിംഗ് സെന്ററുകൾ ഉണ്ടായിരുന്നു. അത്രയും ഒരു സാധ്യത ഇത്തവണ ഇല്ല. കാരണം ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള സമയത്തായിരുന്നു, അത്രയും നിയന്ത്രണങ്ങൾക്കിടയിലായിരുന്നു ആ ഒരു നടപടി സ്വീകരിച്ചത്. എന്താണെങ്കിലും ഇനി മുതൽ എത്ര ടെസ്റ്റുകൾ നടത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ വ്യാപകമായിട്ടുള്ള കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടത്തിയ അത്ര വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന ജില്ലയിൽ നടത്താൻ സാധ്യത കുറവാണ്. റൈറ്റ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് വിശദാംശങ്ങൾ നൽകിയപ്പോൾ ഒരിക്കൽ കൂടി സജിത്തിലേക്ക്. സജിത്ത്, രോഗമുക്തി നേടിയവരുടെ എണ്ണം 29,000-ന് മുകളിലാണ്. അതായത് നിരക്ക് കുറയുന്നു, പ്രതിദിന നിരക്ക് കുറയുമ്പോഴും രോഗമുക്തിയുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭേദമാകുന്നവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതെങ്ങനെയാണ് കാണേണ്ടത്? ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കുക തന്നെ, അതായത് സംസ്ഥാനത്ത് രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് കുറയുന്നുണ്ട്, നിയന്ത്രണ വിധേയമായി വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു വലിയ കുറവ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതായത് സംസ്ഥാനത്തെ
മൊത്ത രോഗികളുടെ എണ്ണം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ഓരോ ദിവസവും പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഉയർന്നു വരുന്നുണ്ട് എന്നത് ഒരു സാഹചര്യം തന്നെയാണ്. എന്നിരുന്നാലും പൊതുവിൽ രോഗികളുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്തെ മൊത്തം സർക്കാർ മേഖലയിലെ ICU ബെഡുകൾ 60% മുകളിലാണ് ഉപയോഗമെങ്കിൽ അതൊരു സുരക്ഷിതമായ സാഹചര്യമല്ല എന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. നിലവിൽ ഏകദേശം 70% മുകളിൽ ICU ബെഡുകളും ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് നിയന്ത്രണത്തിലേക്ക് പൂർണ്ണ അർത്ഥത്തിൽ നിയന്ത്രണമായി എന്ന് പറയുക വയ്യൂ. എന്തായാലും സംസ്ഥാനത്ത് പൊതുവിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് കണക്കിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ വളരെ ആശാവഹമായ പുരോഗതി രോഗമുക്തി നിരക്കിൽ ഉണ്ടായിട്ടുമുണ്ട്. നാളെ മുതലാണ് ഇളവുകൾ നിലവിൽ വരുന്നത്. ലോക്ക്ഡൌൺ തുടരുകയാണ്. എന്നിരുന്നാലും ഇളവുകൾ കൂടുതലായി വരുന്നുണ്ട്. പക്ഷേ കടുത്ത പരിശോധനകളും മറ്റു നിയന്ത്രണങ്ങളും ഒക്കെ തുടരുന്നുണ്ട്. അപ്പം നാളെ മുതലുള്ള സാഹചര്യവും നിർണായകമാണ്. ഇക്കാര്യങ്ങളൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പൊക്കെ പ്രത്യേകം പരിശോധിക്കുന്നുമുണ്ട്. ഓക്കെ, റൈറ്റ്. സജിത്ത് തിരുവനന്തപുരത്ത് 2433 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 3-ാം സ്ഥാനത്ത് തൃശ്ശൂർ 2000-ന് മുകളിൽ 2034 പേർക്ക്. സുവി, കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് TPR ആശ്വാസകരമായ ഒരു കണക്കിലേക്ക് ജില്ല കടക്കുന്നു എന്ന് കരുതാമോ? അപർണ, ആശ്വാസകരമായ കണക്കിലേക്ക് ജില്ല കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് തൃശൂർ ജില്ലയുടെ കാര്യത്തിൽ പറയാൻ. സംസ്ഥാനത്ത് ഇത്തവണ ഇപ്പോഴും 3-ാം സ്ഥാനത്താണ് തൃശൂർ ജില്ലയുള്ളത്. 2034 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് എങ്കിൽ കൂടിയും 2434ഓളം പേർ, 403ഓളം ആളുകൾ ഇന്ന് രോഗമുക്തരാവുന്ന ഒരു കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ 21.17 TPR നിരക്കുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ആ നിരക്ക് കുറവാണ് എന്നതാണ് കാണിക്കുന്നത്. അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ ചില മേഖലകൾ ഇപ്പോഴും കൂടുതൽ അതായത് രോഗികളുടെ എണ്ണം കൂടുതലായി കാണിക്കുന്നുണ്ട്. അത് ചൂണ്ടൽ, മണലൂർ മേഖലകളിലാണ്. മണലൂരിൽ 53% ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ച ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ചൂണ്ടലിലേക്ക് എത്തുമ്പോൾ അത് 62%. എന്നാൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്ന വർധന, എല്ലായിടത്തും കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, പക്ഷെ പണ്ട് ഈ 60% മുകളിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ അത് കുറഞ്ഞു കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ സ്ഥിതിഗതികൾ ഇപ്പോൾ ആശ്വാസകരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ ജില്ലയിൽ കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ചൊവ്വാഴ്ച മുതൽ ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതായത് മാർക്കറ്റുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു രോഗ അവസ്ഥ കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. ഒപ്പം തന്നെ മരണനിരക്കും തൃശൂർ ജില്ലയിൽ കുറഞ്ഞ കാഴ്ചയുണ്ട്. അതായത് കോവിഡോ കോവിഡ് അനുബന്ധമായോ മരിക്കുന്ന ആളുകളുടെ എണ്ണം ഒരു ദിവസം 35 എന്ന തരത്തിലേക്കൊക്കെ വർദ്ധിക്കുന്നത് നാം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു 13, 12, 11 എന്ന എണ്ണത്തിലേക്ക് കുറയുന്ന ഒരു കാഴ്ചയാണ് ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, റൈറ്റ്. സുവി വിശ്വനാഥൻ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും 19,000